സംസ്ഥാനത്ത് 5 ദിവസം കൂടി മഴ തുടരും. ജില്ലയിൽ മഴക്കെടുതി രൂക്ഷം. ദേശീയപാത ചാലക്കുടി അടിപ്പാതയിൽ വെള്ളം കയറി. പീച്ചി ഡാമിന്റെ ഷട്ടറുകൾ കൂടുതൽ ഉയർത്തി. ജില്ലയുടെ തീരമേഖലയിൽ കടലാക്രമണം രൂക്ഷം. വാടാനപ്പള്ളി ബീച്ചിൽ നിരവധി വീടുകൾ വെള്ളത്തിലായി. കനത്ത മഴയിൽ ദേശീയപാത 66 ചാവക്കാട് അത്താണി പാലത്തിന് മുകളിൽ വിള്ളൽ രൂപപ്പെട്ടു. നെല്ല് നൽകി മാസങ്ങൾ കഴിഞ്ഞിട്ടും വില ലഭിക്കാത്തതിനാൽ കർഷകർ ദുരിതത്തിൽ. സപ്ലൈകോ സംഭരിച്ച 400 ടണ്ണിലധികം നെല്ലിന്റെ വിലയാണ് ലഭ്യമാകാത്തത്. നെൽകൃഷി ഉപേക്ഷിക്കാനൊരുങ്ങി കുഴൂരിലെ കർഷകർ. ഗുരുവായൂരിലെ പശ്ചാത്തല സൗകര്യം വർദ്ധിപ്പിക്കാൻ ദേവസ്വം മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കണമെന്ന് മന്ത്രി VN വാസവൻ. ഭക്തർക്ക് സമയബന്ധിതമായി ദർശനം നടത്താൻ ആവശ്യമായ സൗകര്യം ഒരുക്കണമെന്നും മന്ത്രി. മാസങ്ങളായി പാലിന്റെ പണം ലഭിക്കാതെ ക്ഷീര കർഷകർ. എരുമപ്പെട്ടിയിൽ പാൽ ഒഴുക്കിക്കളഞ്ഞ് കർഷകരുടെ പ്രതിഷേധം. വാർത്തകൾ വിശദമായി. സംസ്ഥാനത്ത് 5 ദിവസം കൂടി മഴ തുടരുമെന്ന് കാലാവസ്ഥാ വകുപ്പ്. ചില ജില്ലകളിൽ അതിതീവ്ര മഴയ്ക്കും ശക്തമായ കാറ്റിനും മുന്നറിയിപ്പുണ്ട്. തൃശൂർ അടക്കമുള്ള ജില്ലകളിൽ ഒറ്റപ്പെട്ട ശക്തമായ മഴ മുന്നറിയിപ്പാണ് നൽകിയിട്ടുള്ളത്. മധ്യ വടക്കൻ ജില്ലകളിൽ പ്രത്യേക ജാഗ്രതാ നിർദ്ദേശമുണ്ട്. തീരപ്രദേശത്ത് കടലാക്രമണത്തിനും ഉയർന്ന തിരമാലകൾക്കും സാധ്യതയുണ്ട്. മഴ ശക്തമായതോടെ പീച്ചി ഡാമിന്റെ 4 ഷട്ടറുകളും കൂടുതൽ ഉയർത്തി. എല്ലാ ഷട്ടറുകളും 12 ഇഞ്ച് വീതമാണ് ഉയർത്തിയിട്ടുള്ളത്. ഡാമിലേക്കുള്ള നീരൊഴുക്ക് വർദ്ധിച്ച സാഹചര്യത്തിൽ ജലനിരപ്പ് നിയന്ത്രിക്കാനായാണ് ക്രമീകരണം. ഇതുമൂലം മണലി, കരുവന്നൂർ പുഴകളിലെ ജലനിരപ്പ് ഉയരാൻ സാധ്യതയുണ്ട്. തീരത്ത് താമസിക്കുന്നവർ ജാഗ്രത പാലിക്കണം. ഗുരുവായൂരിൽ ശക്തമായ കാറ്റിലും മഴയിലും മരം വീണ് വീട് തകർന്ന ഗൃഹനാഥയ്ക്ക് പരിക്ക്. പാലുവായ് തൈക്കണ്ടിപ്പറമ്പിൽ അബ്ദുൾ മജീദിന്റെ ഭാര്യ റംലയ്ക്കാണ് പരിക്കേറ്റത്. ശബ്ദം കേട്ടുവെങ്കിലും അസുഖബാധിതയായ റംലയ്ക്ക് പെട്ടെന്ന് പുറത്തിറങ്ങാൻ കഴിഞ്ഞില്ല. മജീദും അയൽവാസികളും ചേർന്നാണ് റംലയെ പുറത്തേക്ക് എത്തിച്ചത്. വീട് താമസയോഗ്യമല്ലാത്ത രീതിയിലായതിനാൽ ഇവർ തൊട്ടടുത്ത വീട്ടിൽ അഭയം തേടിയിരിക്കുകയാണ്. ശക്തമായ മഴയിൽ തിരുവത്ര അത്താണി കാർത്യായനി ഭഗവതി ക്ഷേത്രം വെള്ളക്കെട്ടിൽ മുങ്ങി. സമീപത്തെ റോഡും വെള്ളത്തിൽ മുങ്ങിയ നിലയിലാണ്. കാന നിർമ്മിച്ച് വെള്ളക്കെട്ടിന് ശാശ്വത പരിഹാരം കാണണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. കുന്നംകുളം പഴുന്നാനയിൽ കനത്ത മഴയിൽ കെട്ടിടം തകർന്നു വീണു. ആളപായമില്ല. കെട്ടിടത്തിന് 50 വർഷത്തിലേറെ പഴക്കമുണ്ട്. വാടാനപ്പള്ളി ബീച്ചിൽ കടലാക്രമണം രൂക്ഷം. നിരവധി വീടുകൾ വെള്ളത്തിലായി. വീട്ടിനുള്ളിൽ വെള്ളം കയറിയ വടക്കൻ കുഞ്ഞയ്യപ്പക്കുട്ടിയുടെ വീട്ടുകാരെ മാറ്റി താമസിപ്പിച്ചു. പുതിയ വീട്ടിൽ കളാമ്പറമ്പിൽ മുഹമ്മദിന്റെ ഓടിട്ട വീട് പൂർണ്ണമായും തകർന്ന നിലയിലാണ്. ശക്തമായ തിരമാലയിൽ വെള്ളം ആഞ്ഞടിച്ച് വീടുകളിലേക്ക് കയറുകയായിരുന്നു. തിരകൾ ആഞ്ഞടിച്ചതോടെ തെങ്ങുകൾ കടപുഴകി. കടലോര മേഖലയിലെ വീടുകളിലും പറമ്പുകളിലും വെള്ളം കെട്ടി നിൽക്കുകയാണ്. ഇനിയും കടലാക്രമണം ശക്തമായാൽ കൂടുതൽ വീടുകൾ തകരുമെന്ന ആശങ്കയുണ്ട്. വാടാനപ്പള്ളി ബീച്ച് മുതൽ പൊക്കാഞ്ചേരി ബീച്ച് വരെയാണ് കടലാക്രമണം രൂക്ഷം. ഫസൽ നഗർ മുതൽ വാടാനപ്പള്ളി ബീച്ച് വരെയുള്ള കടൽഭിത്തി ഭൂരിഭാഗവും കടലെടുത്തുപോയി. ഏത് നേരം പോകുന്ന അവസ്ഥയിൽ ഈ വക വ്യക്തികളെയാണ് ഇവരുടെ അവസ്ഥ. ഞാൻ നിൽക്കുന്ന വീട് ഗൾഫിൽ നിന്ന് കഷ്ടപ്പെട്ടിട്ട് എന്തോ ഒപ്പിച്ചുണ്ടാക്കിയൊരു വീടാണ്. അവർക്ക് ഉറക്കമില്ല, ഊണില്ല. ഇതൊക്കെ ഇവർ കാണണ്ടേ? ഇങ്ങനെ ഓരോരുത്തർ വരിക നോക്കിയിട്ട് പോയിട്ട് കാര്യമില്ല. പ്രതിവിധി കാണാമെന്നുള്ളതാണ്. പാവങ്ങൾക്കൊരു സംരക്ഷണം കൊടുക്കാണ് ഗവൺമെൻറ് നമുക്ക് എത്തുന്നത്. അല്ലെങ്കിൽ MLA അല്ലെങ്കിൽ കളക്ടർ ആരാഴ്ച ഇവിടെ വന്നിട്ട് ഇങ്ങനെ പ്രതിവിധി അല്ലെങ്കിൽ കാണുന്ന സാധനം ഇപ്പം വൈകുന്നേരത്തോട് കൂടി തീരും. അവിടെ നിന്ന് ഇങ്ങേറ്റം പഴുപ്പ് പോകും. ഒരു പ്രതികരണം ഇല്ലാണ്ട് വെറുതെ ഇങ്ങനെ ആൾക്കാർ വന്ന് നോക്കി പോയിട്ട് എന്തെങ്കിലും ഒരു കാര്യം കാണണ്ടേ? കടലാക്രമണ വിവരമറിഞ്ഞ തളിക്കുളം ബ്ലോക്ക് പ്രസിഡന്റ് KC പ്രസാദ്, വാടാനപ്പള്ളി പഞ്ചായത്ത് പ്രസിഡന്റ് ശാന്തി ഭാസി, പഞ്ചായത്ത് അംഗങ്ങളായ CM നിസാർ, നൌഫൽ വലിയകത്ത്, വില്ലേജ് ഓഫീസർ എന്നിവർ സ്ഥലം സന്ദർശിച്ചു. TCV ന്യൂസ്, തൃപ്രയാർ. മഴ കനത്തതോടെ ചാലക്കുടി പുഴയിലെ ജലവിധാനം ഉയർന്നു. താഴ്ന്ന പ്രദേശങ്ങളിൽ വെള്ളം കയറി.
പെരിങ്ങൽകുത്ത് ഡാമിലെ 2 എമർജൻസി ഷട്ടറുകൾ തുറക്കുകയും ശനിയാഴ്ച കനത്ത മഴ ഉണ്ടാവുകയും ചെയ്തതോടെയാണ് പുഴയിൽ വെള്ളം കൂടിയത്. ഞായറാഴ്ച രാവിലെ 6.90 മീറ്ററാണ് ചാലക്കുടി പുഴയിലെ ജലനിരപ്പ്. ഇത് 7.10 മീറ്ററിലെത്തിയാൽ മുന്നറിയിപ്പ് അളവും 8.10 മീറ്ററിലെത്തിയാൽ അപകട പരിധിയും കടക്കും. ചാലക്കുടി റെയിൽവേ അടിപ്പാതയിൽ വെള്ളം കയറി വാഹനഗതാഗതം തടസ്സപ്പെട്ടു. പടിഞ്ഞാറെ ചാലക്കുടി തച്ചുടപ്പറമ്പ് റോഡിലും വെള്ളം കയറി. കാടുകുറ്റി പഞ്ചായത്തിലെ ചാത്തൻചാൽ പാടശേഖരം റോഡ് വെള്ളത്തിനടിയിലായി. പരിയാരം കപ്പാത്തോട് കരകവിഞ്ഞൊഴുകി. കാർഷിക വിളകൾക്ക് നാശം സംഭവിച്ചു. ഡാമുകൾ തുറന്നതോടെ അതിരപ്പള്ളി വെള്ളച്ചാട്ടം കനത്തു. ചാപ്പ വെള്ളച്ചാട്ടത്തിലും കുത്തൊഴുക്കാണ്. കേരള ഷോളയാറിൽ നിന്നുള്ള വെള്ളം പെരിങ്ങൽകുത്ത് ഡാമിൽ എത്തുന്നുണ്ട്. പറമ്പിക്കുളം ഡാമിൽ നിന്ന് തുറന്നുവിടുന്ന വെള്ളത്തിന്റെ അളവ് കുറച്ചിട്ടില്ല. ശനിയാഴ്ച രാത്രി മുതൽ ഞായറാഴ്ച രാവിലെ വരെ മഴ മാറി നിന്നത് ജനങ്ങൾക്ക് വലിയ ആശ്വാസമായി. TCV ന്യൂസ്, ചാലക്കുടി. ദേശീയപാതയിൽ വീണ്ടും വിള്ളൽ. ചാവക്കാട് തിരുവത്ര അത്താണി പാലത്തിന് മുകളിലാണ് വിള്ളൽ രൂപപ്പെട്ടത്. 10 മീറ്ററിലേറെ നീളത്തിലാണ് വിള്ളൽ. ഇതുവഴി നടക്കാനിറങ്ങിയ യുവാക്കളാണ് വിള്ളൽ കണ്ടത്. വിള്ളൽ കാണപ്പെട്ട ഭാഗത്ത് സിമന്റ് ഉപയോഗിച്ച് താൽക്കാലികമായി അടച്ചിട്ടുണ്ട്. എന്നാൽ മഴയിൽ വീണ്ടും വിള്ളൽ തെളിഞ്ഞ നിലയിലാണ്. മാസങ്ങൾക്ക് മുൻപ് ചാവക്കാട് മണത്തല വിശ്വനാഥ ക്ഷേത്രത്തിന് സമീപത്തെ റോഡിൽ വിള്ളൽ രൂപപ്പെട്ടിരുന്നു. ദേശീയപാതയിലെ വെള്ളക്കെട്ടിൽ ദുരിതം പേറി ചാവക്കാട് തിരുവത്ര അത്താണിയിലെ ഷാനവാസും കുടുംബവും. കാനയിൽ നിന്ന് വെള്ളം ഒഴുകി സ്വന്തം വീട്ടിലേക്കുള്ള വഴി പോലും ഒലിച്ചുപോയിരിക്കുകയാണ്. റോഡിൽ നിന്ന് ഏതാണ്ട് 100 മീറ്റർ ദൂരമുണ്ട് ഇവരുടെ വീട്ടിലേക്ക്. ഈ വഴി മുഴുവൻ വെള്ളക്കെട്ടിൽ അകപ്പെട്ട് കിടക്കുകയാണ്. വെള്ളക്കെട്ടിലൂടെ നടന്നു വേണം റോഡിലെത്താൻ. മകൾക്ക് സ്കൂളിൽ പോകാൻ ഏറെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നതായി ഷാനവാസ് പറയുന്നു. 2 മാസമായി ഷാനവാസും കുടുംബവും ഈ ദുരിതം അനുഭവിക്കാൻ തുടങ്ങിയിട്ട്. നിരവധി തവണ കളക്ടർ, ദേശീയപാത അധികൃതർ, തഹസീൽദാർ ഉൾപ്പെടെയുള്ളവർക്ക് പരാതി നൽകിയിട്ടും യാതൊരുവിധ നടപടിയും ഉണ്ടായില്ലെന്ന് ഷാനവാസ് പറയുന്നു. കളക്ടർ അടക്കം പറയുന്നത് ഞങ്ങൾ നിരവധി തലം പറഞ്ഞിട്ട് യാതൊരു പരിഹാരം കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ള രീതിയിലാണ് ഇവിടെ പരാതിക്കാർ, തഹസീൽദാർ ആയാലും കളക്ടർ ആയാലും ഒക്കെ എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. ഞങ്ങൾ ക്ഷമയുടെ നെല്ലിപ്പല കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇതിന് ഈ ഓഗസ്റ്റ് 15-നകം പരിഹാരം കണ്ടെത്തിയില്ലെങ്കിൽ ശിവാലയുടെ മുഴുവൻ ആളുകളെയും തടയും. അതിന് അവർക്ക് ഇവിടെ കാലെടുത്ത് കുത്താൻ അനുവദിക്കില്ല എന്ന് കൂടി പറയാനാണ്. അത്രമാത്രം പ്രയാസം അനുഭവിക്കുകയാണ്. ഈ മലിനജലം, കക്കൂസ് മാലിന്യം അടക്കം ഇതിലൂടെ ഒഴുകി പോവുകയാണ്. വെള്ളം ഒഴുക്കിവിടാൻ കരാർ കമ്പനി കുറച്ച് പൈപ്പിലൂടെ കൊണ്ടിട്ടു എന്നല്ലാതെ യാതൊരു നടപടിയും ഉണ്ടായില്ല. അത്താണി കിഴക്ക് സർവീസ് റോഡിലെ കാനിയിലൂടെ വലിയ രീതിയിലാണ് വെള്ളം പുറത്തേക്ക് വരുന്നത്. അടിയന്തരമായി പ്രശ്നപരിഹാരം ഉണ്ടാകണമെന്നാണ് ഷാനവാസിന്റെ ആവശ്യം. TCV ന്യൂസ്, ചാവക്കാട്. നെല്ല് നൽകി മാസങ്ങൾ കഴിഞ്ഞിട്ടും വില ലഭിക്കാത്തതിനാൽ നെൽകൃഷി കൈവിടാനൊരുങ്ങി കുഴൂരിലെ കർഷകർ. മാർച്ച്, ഏപ്രിൽ മാസങ്ങളിൽ നെല്ല് കൊടുത്ത കർഷകരാണ് കടക്കെണിയിലായിട്ടുള്ളത്. കുഴൂരിലെ കരിക്കാട്ടുചാൽ പാടശേഖരത്തിൽ 143 ഏക്കർ പാടത്ത് കൃഷി ചെയ്ത 400 ടണ്ണിലധികം നെല്ലാണ് സപ്ലൈകോ കൊണ്ടുപോയത്. 60 കർഷകരാണ് കൃഷി ചെയ്തിരുന്നത്. 3 വർഷം മുൻപ് വരെ 120 കർഷകരാണ് കൃഷി ചെയ്തിരുന്നത്. എന്നാൽ നെല്ലിന്റെ വില സമയത്തിന് ലഭിക്കാത്തതും ഉൽപാദന ചിലവ് വർദ്ധിച്ചതും അടിസ്ഥാന സൗകര്യങ്ങൾ ഇല്ലാത്തതും കാരണം പകുതി കർഷകർ കൃഷിയിൽ നിന്ന് പിന്മാറി. ഈ നില തുടർന്നാൽ ഇപ്പോഴുള്ള കർഷകരും കൃഷിയിടത്തിൽ നിന്ന് പിൻവലിയാനാണ് സാധ്യത. ഏപ്രിൽ മാസത്തിൽ PRS ലഭിച്ച കർഷകർ നെല്ലിന്റെ വില കിട്ടാൻ ബാങ്കുകളിൽ കയറിയിറങ്ങി കടുത്ത നിരാശയിലാണ്. കഴിഞ്ഞ വർഷത്തെ നെല്ലിന്റെ പണം ഇപ്പോഴാണ് ലഭിച്ചതെന്നും അതുകൊണ്ട് ഇപ്പോൾ നൽകാനില്ലെന്നുമാണ് ബാങ്കിന്റെ മറുപടിയെന്നും തുമ്പരശ്ശേരി പാടശേഖര സമിതി സെക്രട്ടറി KO വർക്കി പറഞ്ഞു. ഇന്ന് വരെ തുമ്പശ്ശേരി പാടശേഖരത്തിൽ ഒരു കർഷകർക്കും ഒരു പൈസയും ലഭിച്ചതും അറിയാൻ കഴിഞ്ഞിട്ടില്ല. 90% കർഷകരും അന്നന്നത്തെ വഴിക്ക് ഗതിയില്ലാതെ കഷ്ടപ്പെടുന്നവരാണ്. അവരുടെ ഭാര്യമാരുടെയും മക്കളുടെയും കെട്ടുകാരി പോലും പണയം വെച്ചാണ് കൃഷി ഇറക്കുന്നത്. ആ കൃഷിയിൽ കിട്ടുന്ന നെല്ല് സപ്ലൈ കൊണ്ട് വഴി കൊടുത്തിട്ട് ഇന്ന് വരെ നെല്ല് കിട്ടാതെ കാരണവും ഈ പലരും ആത്മഹത്യയുടെ വക്കിലാണ് നിൽക്കുന്നത്. സ്വകാര്യ ധനകാര്യ സ്ഥാപനങ്ങളിൽ നിന്ന് വായ്പയെടുത്താണ് പല കർഷകരും കൃഷി ഇറക്കിയിട്ടുള്ളത്.
TCV ന്യൂസ് മാള. ദേവസ്വം മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കി ഗുരുവായൂരിലെ പശ്ചാത്തല സൗകര്യം വർദ്ധിപ്പിക്കണമെന്ന് മന്ത്രി VN വാസവൻ പറഞ്ഞു. ദേവസ്വത്തിന്റെ നിർമ്മാണം പൂർത്തീകരിച്ച പാഞ്ചജന്യം അനക്സ് ഭക്തർക്കായി സമർപ്പിച്ച് സംസാരിക്കുകയായിരുന്നു മന്ത്രി. ഭക്തരെ അധിക സമയം വരി നിർത്തി ബുദ്ധിമുട്ടിക്കാതെ സമയബന്ധിതമായി ദർശനം നടത്താൻ ആവശ്യമായ സൗകര്യം ഒരുക്കണം. ദേവസ്വത്തിന് ചെലവഴിക്കാവുന്ന തുകയുടെ പരിധി വർദ്ധിപ്പിക്കുന്ന കാര്യത്തിൽ ഉടൻ തീരുമാനമെടുക്കും. ദേവസ്വം ഭരണസമിതി അംഗങ്ങൾക്ക് ഓണറേറിയം നൽകുന്നതിനും സർക്കാർ തീരുമാനമെടുക്കുമെന്നും മന്ത്രി അറിയിച്ചു. ശ്രീ ഗുരുവായൂരപ്പൻ ഓഡിറ്റോറിയത്തിൽ നടന്ന ചടങ്ങിൽ ദേവസ്വം ചെയർമാൻ ഡോക്ടർ VK വിജയൻ അധ്യക്ഷനായി. NK അക്ബർ MLA, നഗരസഭാ ചെയർമാൻ M കൃഷ്ണദാസ് എന്നിവർ മുഖ്യാതിഥികളായിരുന്നു. ക്ഷേത്രം തന്ത്രി ചേന്നാസ് ദിനേശൻ നമ്പൂതിരിപ്പാട്, ഭരണസമിതി അംഗങ്ങളായ C മനോജ്, KP വിശ്വനാഥൻ, അഡ്മിനിസ്ട്രേറ്റർ OB അരുൺകുമാർ എന്നിവർ സംസാരിച്ചു. ആനത്താവളത്തിൽ ആനകൾക്കായി നിർമ്മിച്ച 10 ഷെഡുകൾ, ക്ഷേത്രത്തിലെ വൈദ്യുത ദീപാലങ്കാരം, ദേവസ്വം ഇംഗ്ലീഷ് മീഡിയം സ്കൂളിലെ നവീകരിച്ച മൈതാനം എന്നിവയുടെ ഉദ്ഘാടനവും മന്ത്രി നിർവഹിച്ചു. ചുരുങ്ങിയ ചിലവിൽ ഭക്തർക്ക് താമസിക്കുന്നതിനുള്ള വാടക സംവിധാനമാണ് പാഞ്ചജന്യം അനക്സിൽ ഏർപ്പെടുത്തിയിട്ടുള്ളത്. നമുക്ക് അക്കോമഡേഷൻ ഒരുക്കാൻ കഴിയുന്ന രൂപത്തിലേക്ക് ഭക്തജനങ്ങളുടെ സൗകര്യം എത്തിച്ചേരുന്ന ഭക്തജനങ്ങൾക്ക് വിപുലവും വിശാലവുമായ സൗകര്യങ്ങൾ നമുക്ക് അതിന്റെ പൂർണ്ണതയിലേക്ക് കൊണ്ടുപോകാൻ കഴിയും. ഇടവേള. ആടിസയിലാ പോണ്ടേ? നമ്മൾ പോയി വാങ്ങിയില്ലേ സാരിയും ചുരിദാറൊക്കെ? അത് ഡ്രസ്സിന്റെ, ഇത് ഗോൾഡിന്റെയാ. ആദ്യത്തെ ജ്വല്ലറി ആടി സെയിലുമായി ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ബിഗ് ആടി സെയിൽ. സെലക്ടഡ് ആഭരണങ്ങളുടെ പണിക്കൂലി കസ്റ്റമേഴ്സിന് സ്വയം തീരുമാനിക്കാം. ഒരു ഡയമണ്ട് വാങ്ങുമ്പോൾ അടുത്ത ഡയമണ്ടിനുള്ള പണിക്കൂലി സൗജന്യം. വിവാഹ പാർട്ടികൾക്ക് 1% മാത്രം നൽകി അഡ്വാൻസ് ബുക്ക് ചെയ്യാം. ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ. ചിലതൊന്നും ചിലർക്കങ്ങോട്ട് ദഹിക്കത്തില്ല. ഇത് ഉപയോഗിച്ചാൽ മതി. ഹരിതാറ്റോ ദഹനത്തിനും ആരോഗ്യത്തിനും ബെസ്റ്റാ. വാർത്തകളിലേക്ക് വീണ്ടും. മാസങ്ങളായി പാലിന്റെ പണം ലഭിക്കാത്തതിൽ എരുമപ്പെട്ടിയിൽ ക്ഷീര കർഷകരുടെ പ്രതിഷേധം. ക്ഷീര വ്യവസായ സഹകരണ സംഘത്തിന് മുന്നിൽ പാൽ ഒഴുക്കിക്കളഞ്ഞ് കർഷകർ പ്രതിഷേധിച്ചു. കയ്യും കാലും മുട്ടുമില്ലാതെ പണിയെടുത്തുണ്ടാക്കുന്ന ഞങ്ങൾക്ക് ഇതുവരെയായിട്ട് ഞങ്ങൾക്ക് 2 മാസത്തെയും 3 മാസത്തെയും പാലിൻ്റെ പൈസ കിട്ടാനുള്ള ബുദ്ധിമുട്ട് കാരണം കൊണ്ട് ഞങ്ങൾ ഇന്ന് പാലളക്കാൻ വേണ്ടി വന്നവരെല്ലാവരും ഇവിടെ പാലളക്കാണ്ടിരിക്കുകയാണ്. അത് ഞങ്ങൾ ഇവിടെ സൊസൈറ്റിയുടെ മുന്നിൽ ഒഴിച്ചു പോകാനും അത് ഉത്തരവാദിത്തപ്പെട്ട ആരും ഇവിടെ ഈ നിമിഷം വരെ എത്തിപ്പെട്ടിട്ടില്ല. 3 മാസമായി കർഷകർക്ക് പാലളന്ന പണം ലഭിച്ചിട്ട്. നിരന്തരം പണം ആവശ്യപ്പെടുന്നുണ്ടെങ്കിലും അധികൃതർ അവധികൾ പറഞ്ഞ് നീട്ടിക്കൊണ്ടുപോവുകയാണ്. ഇതിനെ തുടർന്നാണ് കർഷകർ ക്ഷീരസംഘം ഓഫീസിലെത്തി പ്രതിഷേധിച്ചത്. 30,000 രൂപ വരെ ലഭിക്കാനുണ്ടെന്ന് കർഷകർ പറയുന്നു. 3 മാസം കാശ് കിട്ടണം. ഈ കാശ് എന്ന് പറയണമെങ്കിൽ ഇവർ തീരുമാനിക്കുകയാണ്. ഞങ്ങൾ ഈ പശുവിൻ്റെ അടുത്ത് സൊസൈറ്റിയിൽ നിന്ന് പൈസ കിട്ടിയില്ല എന്ന് പറഞ്ഞിട്ട് പശുവിൻ്റെ മുമ്പിൽ നിന്നുണ്ടെങ്കിൽ പശുവിൻ്റെ പയറെന്ന് അറിയില്ല. ഈ കൊതുകടിയും ഈച്ചകടിയും കൊണ്ടിട്ടാണ് ഇത് കറന്നുകൊണ്ടിരുന്നത്. ഈ തീട്ടപ്പുല്ല് കഴിഞ്ഞിട്ടാണ് ഇത് കൊണ്ടുവന്ന് ഉണ്ടാക്കി കൊടുക്കുന്നത് ഞങ്ങൾ. മൊത്തം 5 ലക്ഷത്തിലധികം രൂപ പാൽ അളന്ന വകയിൽ കർഷകർക്ക് സൊസൈറ്റി നൽകാനുണ്ട്. പ്രതിഷേധത്തെ തുടർന്ന് സെക്രട്ടറി എത്തിയെങ്കിലും കർഷകർക്ക് ലഭിക്കേണ്ട പണം എന്ന് നൽകും എന്നതിനെക്കുറിച്ച് പറയാൻ തയ്യാറായില്ല. തുടർന്ന് എരുമപ്പെട്ടി പോലീസ് സ്റ്റേഷനിൽ കർഷകർ പരാതി നൽകി. ഒരു ഉത്തരവാദിത്തപ്പെട്ട ആൾ 10 അംഗ സംഘമാണ്. ഈ 10 അംഗ സംഘത്തിൽ ഒരാളെങ്കിലും ഇവിടെ തിരിഞ്ഞു നോക്കിയിട്ടില്ല. 6 മണിക്ക് പാലളക്കാൻ വേണ്ടിയിട്ട് വന്നിരിക്കുന്ന ഇതേവരെ ഒരു മനുഷ്യന്മാർ ഇവിടെ എത്തിയിട്ടില്ല. അപ്പോൾ ഇവർക്ക് ലാഭം മാത്രമേ ഉള്ളൂ. ക്ഷീരകർഷകരെ പിഴിഞ്ഞ് കുടിക്കുക. എവിടെ കൊണ്ട് മുക്കിയെന്നറിയില്ല കാശൊക്കെ. ഈ മിൽമയ്ക്ക് 50 ലിറ്റർ 60 ലിറ്റർ പാല് കൊടുത്ത് പോകുന്നുണ്ട്. ഈ പൈസ ഇവിടെ പോകുന്നവരില്ല. ഈ 17,000 രൂപയ്ക്ക് പാല് പുറമോളുണ്ട്. അതിൻ്റെ കാശ് എവിടെ പോകുന്നവരില്ല. ഒരാൾക്കും ഒരു ഉത്തരവാദിത്വമില്ല. കോൺഗ്രസ് നേതാക്കളായ അമ്പലപ്പാട്ട് മണികണ്ഠൻ, MM നിഷാദ്, NK കബീർ, അജു നെല്ലുവായ്, PS സുനീഷ്, MC ഐജു എന്നിവരും കർഷകർക്ക് പിന്തുണയർപ്പിച്ച് എത്തിയിരുന്നു. കർഷകർക്ക് അവരുടെ അർഹതപ്പെട്ട പണം ലഭിക്കുന്നതുവരെ സമരപരിപാടികളുമായി കൂടെയുണ്ടാകുമെന്ന് കോൺഗ്രസ് നേതാക്കൾ അറിയിച്ചു. ഏകദേശം 20ഓളം ക്ഷീരകർഷകരായിട്ടുള്ള കുടുംബങ്ങൾ പാലളക്കുന്നവരാണ്. എന്നാൽ ഇപ്പോൾ ഏകദേശം ഒരു 4 മാസത്തോളമായി ഇവിടെ പാല് അളക്കുന്ന ക്ഷീരകർഷകർക്ക് അവർക്ക് ലഭിക്കേണ്ട പണം കൊടുക്കാൻ ഈ ഭരണസമിതി തയ്യാറാകുന്നില്ല. ഈ പ്രതിഷേധത്തിലും ഇതിൽ ഇവിടുത്തെ ഭരണാധികാരികൾ കണ്ണ് തുറന്നില്ലെങ്കിൽ തീർച്ചയായും ഇവരുടെയൊക്കെ വീടുകളിലേക്ക് ഈ പ്രതിഷേധത്തിന്റെ രൂപം സമരവും മാറുമെന്നാണ് ഈ അവസരത്തിൽ ഞങ്ങൾക്ക് ഓർമ്മപ്പെടുത്താനുള്ളത്. ഇതിൽ രാഷ്ട്രീയമല്ല, ഞങ്ങളുടെ ഉറച്ച പിന്തുണ ഈ പ്രിയപ്പെട്ട ക്ഷീരകർഷകർക്ക് ഇവരുടെ ആവശ്യം നേടിയെടുക്കുന്നത് വരെ ഉണ്ടാകുമെന്നാണ് ഈ അവസരത്തിൽ ഞങ്ങൾക്ക് സൂചിപ്പിക്കാനുള്ളത്. TCV ന്യൂസ്, എരുമപ്പെട്ടി.
മങ്ങാട് ക്ഷീര വ്യവസായ സഹകരണ സംഘത്തിൽ പാൽ നൽകുന്ന ക്ഷീര കർഷകർക്ക് പണം കുടിശ്ശികയാകാൻ കാരണം പണം വകമാറ്റി ചെലവഴിച്ചതാണെന്ന് കാണിച്ച് സെക്രട്ടറി PA ജിജേഷ് രംഗത്ത്. താൻ പണം വകമാറ്റി ചെലവഴിച്ചതാണെന്നും സഹകരണ സംഘം ഭരണസമിതിക്കും പ്രസിഡന്റിനും ഇതിൽ പങ്കില്ലെന്നും സെക്രട്ടറി വാർത്താക്കുറിപ്പിലൂടെ അറിയിച്ചു. കർഷകർ പ്രതിഷേധവുമായി രംഗത്തെത്തിയതോടെയാണ് സെക്രട്ടറിയുടെ വിശദീകരണക്കുറിപ്പ് പുറത്തുവന്നത്. ഏകദേശം 4 ലക്ഷത്തോളം രൂപ തിരിമറി നടത്തിയതായാണ് സൂചന. ക്രമക്കേട് നടത്തിയതിന് ജിജേഷിനെതിരെ നടപടിയുണ്ടായേക്കും. കർഷകർക്ക് കുടിശ്ശികയായി ലഭിക്കുവാനുള്ള പണം താൻ നൽകുമെന്നാണ് ജിജേഷ് വാർത്താക്കുറിപ്പിൽ പറയുന്നത്. എറിയാട് പെട്രോൾ പമ്പിൽ ജീവനക്കാരനെ ആക്രമിച്ച കേസിലെ പ്രതി അറസ്റ്റിൽ. പേബസാർ കുന്നത്ത് ചെത്തിപ്പാടത്ത് വീട്ടിൽ ഷക്കീറാണ് അറസ്റ്റിലായത്. പെട്രോൾ പമ്പിലെ ജീവനക്കാരനായ എറിയാട് മാടവന സ്വദേശി പടിയത്ത് തട്ടാമ്പറമ്പിൽ താജുദ്ദീനെ ആക്രമിച്ച കേസിലാണ് നടപടി. അതിതീവ്ര ഓപ്പറേഷന്റെ ഭാഗമായി നടത്തിയ റെയ്ഡിൽ ഇരിഞ്ഞാലക്കുട എക്സൈസ് 2 കിലോ കഞ്ചാവ് പിടികൂടി. 3 അസം സ്വദേശികൾ അറസ്റ്റിൽ. മുജീബുർ റഹ്മാൻ, ബുൾബുൾ ഹുസൈൻ, ഹനാൻ അലി എന്നിവരാണ് അറസ്റ്റിലായത്. തൃശൂർ ഇന്റലിജൻസിന് ലഭിച്ച രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ ഇരിഞ്ഞാലക്കുട എക്സൈസ് CIയുടെ നേതൃത്വത്തിൽ നടത്തിയ പരിശോധനയിലാണ് കഞ്ചാവ് പിടികൂടിയത്. ചാലക്കുടി മേഖലയിൽ അതിഥി തൊഴിലാളികൾക്കായി വിൽപ്പന നടത്തുന്നതിനാണ് കഞ്ചാവ് എത്തിച്ചിരുന്നത്. കഞ്ചാവ് വാങ്ങിക്കാനെന്ന വ്യാജേന നിരീക്ഷണം നടത്തിയാണ് സംഘത്തെ പിടികൂടിയത്. ഇൻസ്പെക്ടർ AB പ്രസാദ്, ഉദ്യോഗസ്ഥരായ VM ജബ്ബാർ, KS ജിസ്മോൻ, PV ബെന്നി, MR നെൽസൺ, KP ബെന്നി, ബിബിൻ വിൻസെന്റ്, ഷോബിത്ത്, KK സുധീർ എന്നിവരും പ്രതികളെ പിടികൂടിയ സംഘത്തിൽ ഉണ്ടായിരുന്നു. വാഹനാപകടത്തിൽ പരിക്കേറ്റ ക്രിക്കറ്റ് താരത്തിന്റെ ചികിത്സാ സഹായത്തിനായി ക്രിക്കറ്റ് ടൂർണമെന്റ് സംഘടിപ്പിച്ച് സുഹൃത്തുക്കൾ. കൊടുങ്ങല്ലൂർ അഞ്ചപ്പാലം സ്വദേശി നിധിൻ അപകടത്തിൽ പരിക്കേറ്റ സ്വകാര്യ ആശുപത്രിയിൽ കഴിയുകയാണ്. 25 ലക്ഷം രൂപയോളം ചെലവ് വരുന്ന ചികിത്സയ്ക്കായുള്ള പണം കണ്ടെത്താൻ നാട്ടുകാർ തീവ്ര ശ്രമത്തിലാണ്. നാട്ടുകാർക്കൊപ്പം കൈകോർത്താണ് സുഹൃത്തുക്കൾ ക്രിക്കറ്റ് മത്സരം സംഘടിപ്പിച്ചത്. ചാലക്കുടി പുഴയിലെ വെള്ളപ്പാറയിൽ ഒഴുക്കിൽപ്പെട്ട കാട്ടാന 2 മണിക്കൂറിന് ശേഷം രക്ഷപ്പെട്ടു. എണ്ണപ്പനത്തോട്ടത്തിൽ നിന്നാണ് ആന മറുകരയിലെ പ്ലാന്റേഷൻ മേഖല ലക്ഷ്യമിട്ട് പുഴയിലേക്ക് ഇറങ്ങിയത്. പൊരിങ്ങൽകുത്ത് ഡാമിൽ നിന്നും കൂടുതൽ വെള്ളം വരുന്നതിനാൽ കുത്തൊഴുക്ക് ശക്തമായിരുന്നു. പുഴയുടെ മധ്യഭാഗത്തെത്തിയപ്പോൾ ആന ഒഴുകിപ്പോകുമെന്ന അവസ്ഥയിലായി. ഇതോടെ തിരികെ പോരുകയായിരുന്നു. വെള്ളത്തിന്റെ കുത്തൊഴുക്കിൽ അടിതെറ്റി ആന പലവട്ടം ഒഴുകിപ്പോകുമെന്ന അവസ്ഥയിലായിരുന്നു. അവശനിലയിൽ എണ്ണപ്പനത്തോട്ടത്തിലേക്ക് തിരികെ എത്തിയ ആന പിന്നീട് മലകയറിപ്പോയി. ഒറ്റപ്പാലത്ത് ഭാരതപ്പുഴയിൽ മീൻ പിടിക്കാൻ ഇറങ്ങിയ ആൾ ഒഴുക്കിൽപ്പെട്ടു. മീറ്റ്ന തടയണ പ്രദേശത്താണ് അപകടമുണ്ടായത്. ഒറ്റപ്പാലം സ്വദേശി യൂസഫാണ് ഒഴുക്കിൽപ്പെട്ടത്. ഫയർഫോഴ്സ് എത്തി തിരച്ചിൽ തുടങ്ങി. മൂന്നുമുറി ഒമ്പതുങ്ങൽ സുബ്രഹ്മണ്യ സമാജത്തിന് കീഴിലെ ശ്രീ കൈലാസ ശിവക്ഷേത്രത്തിൽ അഷ്ടദ്രവ്യ മഹാഗണപതി ഹോമവും ആനയൂട്ടും നടന്നു. വിശേഷാൽ പൂജകൾ, അന്നദാനം എന്നിവയും ഉണ്ടായി. ചടങ്ങുകൾക്ക് ക്ഷേത്രം ഉപദേഷ്ടാവ് മണികണ്ഠൻ ശാന്തി, മേൽശാന്തി കുട്ടൻ എന്നിവർ നേതൃത്വം നൽകി. കൊടകര പഞ്ചായത്ത് കമ്മ്യൂണിറ്റി ഹാളിനുള്ളിലെ സീലിംഗ് ഭാഗികമായി അടർന്നു വീണു. സീലിംഗിൽ സ്ഥാപിച്ചിരുന്ന ജിപ്സം ബോർഡാണ് നിലംപതിച്ചത്. ശക്തമായ മഴയിൽ ഈർപ്പം തട്ടിയതാണ് തകർന്നു വീഴാൻ കാരണമെന്ന് സംശയിക്കുന്നു. ഞായറാഴ്ച കമ്മ്യൂണിറ്റി ഹാളിൽ നടത്താനിരുന്ന യോഗം മറ്റൊരു വേദിയിലേക്ക് മാറ്റി. മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ പേരിലുള്ള കുഴൂർ എരവത്തൂർ ചിറ പാർക്ക് പൊതുജനങ്ങൾക്കായി തുറന്നുകൊടുത്തു.
പാർക്കിൽ ടേക്ക് എ ബ്രേക്ക്, കായികക്ഷമത വർദ്ധിപ്പിക്കുന്നതിനുള്ള ജിം, പരിപാടികൾക്കായി സ്റ്റേജ് എന്നിവ ഒരുക്കിയിട്ടുണ്ട്. കുഴൂർ പഞ്ചായത്ത് 26 ലക്ഷം രൂപയും VR സുനിൽകുമാർ MLA 20 ലക്ഷം രൂപയും അനുവദിച്ചാണ് സൗകര്യങ്ങൾ ഒരുക്കിയത്. ബെന്നി ബെഹനാൻ MP, VR സുനിൽകുമാർ MLA എന്നിവർ ചേർന്ന് പാർക്ക് ഉദ്ഘാടനം ചെയ്തു. കുഴൂർ പഞ്ചായത്ത് പ്രസിഡന്റ് സാജൻ കുടിയൻ അധ്യക്ഷനായി. വൈസ് പ്രസിഡന്റ് രജനി മനോജ്, ജില്ലാ പഞ്ചായത്ത് അംഗം ശോഭന ഗോകുൽനാഥ്, ബ്ലോക്ക് പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷ ഷിജി യാക്കോബ് തുടങ്ങിയവർ സംസാരിച്ചു. വരാക്കര സൗത്ത് ഇൻഫന്റ് ജീസസ് പള്ളിയിൽ ഊട്ടുതിരുനാൾ ആഘോഷിച്ചു. ആഘോഷമായ തിരുനാൾ പാട്ടുകുർബാനയ്ക്ക് ഫാദർ ബാസ്റ്റിൻ പുന്നോലിപ്പറമ്പിൽ മുഖ്യ കാർമ്മികത്വം വഹിച്ചു. ഫാദർ എഡ്വിൻ കൊമ്പൻ, ഫാദർ പോൾ ആലപ്പാട്ട് എന്നിവർ സഹകാർമ്മികരായി. തുടർന്ന് നടന്ന നേർച്ച ഊട്ടിന് വികാരി ഫാദർ ജെയ്സൺ ചിറ്റിലപ്പള്ളി, കൈക്കാരന്മാരായ ലിറ്റോ ജോസ് മടത്തുംപടി, ജോയ് അച്ചാണ്ടി, സോമൻ ജോസ് അഞ്ചേരി, തിരുനാൾ കമ്മിറ്റി കൺവീനർ ബാബു പ്ലാക്ക എന്നിവർ നേതൃത്വം നൽകി. ടോഡി ആൻഡ് അബ്കാരി മസ്ദൂർ സംഘം BMS കൊടുങ്ങല്ലൂർ റേഞ്ച് കുടുംബസംഗമം നടന്നു. പണിക്കേഴ്സ് ഹാളിൽ നടന്ന കുടുംബസംഗമം BMS സംസ്ഥാന സമിതി അംഗം T. സേതുമാധവൻ ഉദ്ഘാടനം ചെയ്തു. റേഞ്ച് കമ്മിറ്റി പ്രസിഡന്റ് AS രാധാകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. എക്സൈസ് സർക്കിൾ ഇൻസ്പെക്ടർ V. ബാലസുബ്രഹ്മണ്യം തൊഴിലാളികൾക്ക് മക്കൾക്കുള്ള പഠനോപകരണ വിതരണം നിർവഹിച്ചു. BMS ജില്ലാ ജോയിന്റ് സെക്രട്ടറി K. ഹരീഷ്, മേഖലാ പ്രസിഡന്റ് KS ലാലൻ, റേഞ്ച് സെക്രട്ടറി NM രാമകൃഷ്ണൻ തുടങ്ങിയവർ സംസാരിച്ചു. ചാത്തക്കുടം ശ്രീ ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിൽ ഇല്ലം നിറ ആഘോഷിച്ചു. ക്ഷേത്രം തന്ത്രി തെക്കേടത്ത് പെരുമ്പടപ്പ് ദാമോദരൻ നമ്പൂതിരി ചടങ്ങുകൾക്ക് നേതൃത്വം വഹിച്ചു. ഭക്തർക്ക് പ്രസാദമായി പൂജിച്ച കറ്റകൾ നൽകി. ഇല്ലം നിറയോടനുബന്ധിച്ച് വിശേഷാൽ അപ്പം, അട നിവേദ്യം നടന്നു. കേരള വിഷൻ നെക്സസ് വിദ്യാഭ്യാസ പുരസ്കാരം ആമ്പല്ലൂരിൽ വിതരണം ചെയ്തു. KK രാമചന്ദ്രൻ MLA ഉദ്ഘാടനം നിർവഹിച്ചു. ഇൻഫോ നെക്സസ് കേബിൾ നെറ്റ് ചെയർമാൻ ആൻഡോ വി മാത്യു ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് VS പ്രിൻസ് വിഷൻ 100 ഉദ്ഘാടനം ചെയ്തു. SSLC +2 പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെ ചടങ്ങിൽ അനുമോദിച്ചു. കുട്ടിക്കർഷക എയ്സൺ കൊച്ചുമോൻ, പഞ്ചഗുസ്തി ചാമ്പ്യൻ പോൾ ദാസ്, ഇന്ത്യൻ ബുക്ക് ഓഫ് റെക്കോർഡ്സിൽ ഇടം നേടിയ 3 വയസ്സുകാരി മാളവിക നിതിൻ, ഗവേഷക ഡൽന ജോബി എന്നിവരെയും ആദരിച്ചു. അളഗപ്പ നഗർ പഞ്ചായത്ത് പ്രസിഡന്റ് K. രാജേശ്വരി, പഞ്ചായത്ത് അംഗം ദിനിൽ പാലപ്പറമ്പിൽ, COA സംസ്ഥാന ജനറൽ സെക്രട്ടറി PB സുരേഷ്, ജില്ലാ പ്രസിഡന്റ് TD സുഭാഷ്, ജില്ലാ സെക്രട്ടറി P. ആന്റണി, കേരള വിഷൻ ചെയർമാൻ KC ജോൺസൺ, MD T. ജയപ്രകാശ്, COA പുതുക്കാട് മേഖലാ പ്രസിഡന്റ് KA ഷീഫർ, മേഖലാ സെക്രട്ടറി AP റാഫേൽ, പ്രോഗ്രാം കൺവീനർ P. ഗോപകുമാർ, ഇൻഫോനെക്സസ് കേബിൾ നെറ്റ് പ്രൈവറ്റ് ലിമിറ്റഡ് MD K. മോഹനൻ എന്നിവർ സംസാരിച്ചു. എഡിസൺ ഫ്രാൻസ് നയിച്ച മോട്ടിവേഷണൽ ക്ലാസും വിദ്യാർത്ഥികൾക്കായി ഒരുക്കിയിരുന്നു. TCV ന്യൂസ്, പുതുക്കാട്. ഇരിഞ്ഞാലക്കുട മാപ്രാണത്ത് മരക്കമ്പനിയിൽ തീപിടുത്തം. സിവിൽ പോലീസ് ഓഫീസർ അജിത്താണ് തീപിടുത്തം ആദ്യം കണ്ടത്. തുടർന്ന് നൈറ്റ് പെട്രോൾ ഡ്യൂട്ടിയിലുണ്ടായിരുന്ന സബ് ഇൻസ്പെക്ടർ രാജുവിനെ വിവരമറിയിച്ചു. ഉടൻ ഫയർഫോഴ്സിനെ വിവരമറിയിച്ചുവെങ്കിലും അവർ എത്തുന്നതുവരെ കാത്തുനിൽക്കാതെ പോലീസ് സംഘം തന്നെ തീയണയ്ക്കാൻ മുന്നിട്ടിറങ്ങി. പിന്നീട് ഫയർഫോഴ്സ് എത്തി പൂർണ്ണമായും തീയണയ്ക്കുകയായിരുന്നു. ചിറമനേങ്ങാട് സുവിധം ഫൗണ്ടേഷൻ നിർധനരായ കുടുംബങ്ങൾക്ക് പെൻഷൻ വിതരണം നടത്തി. ചിറമനേങ്ങാട് വായനശാലയിൽ വെച്ച് നടത്തിയ പെൻഷൻ വിതരണത്തിന് സുവിധം ഫൗണ്ടേഷൻ പ്രസിഡന്റ് മുരളി പാതിരിക്കാട്ട്, സെക്രട്ടറി താഴത്തുപുരയ്ക്കൽ ഗോപി, ട്രഷറർ ഷാജി വലിയറ, ഭാരവാഹികളായ KK ഷാജൻ, സുഭാഷ് കോഴിപ്പറമ്പിൽ എന്നിവർ നേതൃത്വം നൽകി. കേരള പ്രവാസി സംഘം ചേലക്കര ഏരിയ സമ്മേളനം തിരുവല്ലുവാമലയിൽ നടന്നു. സംഘടനാ സംസ്ഥാന സെക്രട്ടറി PK അബ്ദുള്ള ഉദ്ഘാടനം നിർവഹിച്ചു. ഏരിയ പ്രസിഡന്റ് K. അബൂബക്കർ പതാക ഉയർത്തി. പാലിയേറ്റീവ് രംഗത്തെ മികവിനെ ഏരിയ വൈസ് പ്രസിഡന്റ് ഗോപാലകൃഷ്ണനെ സമ്മേളനത്തിൽ ആദരിച്ചു. കർണാടകൻ ഇങ്ങനെ വർഷാടിസ്ഥാനത്തിൽ അതിദീർഘമായി നടത്തപ്പെട്ടിട്ടുണ്ട്. സംസ്ഥാന രൂപീകരണത്തിന് 1960 മുമ്പ് നടന്ന ഇതിഹാസപരമായ പോരാട്ടങ്ങൾ
ഇടവേള. കേരള വസ്ത്രാലയം, പട്ടാമ്പി റോഡ്, കുന്നംകുളം. ഗുരുവായൂർ റോഡ് നിയർ റോയൽ ഹോസ്പിറ്റൽ, കുന്നംകുളം. എപ്പോഴാ ഈ കറക്കം തുടങ്ങിയേ? അത് ഈ ലാപ്ടോപ്പും മൊബൈലും ഒക്കെ നോക്കുമ്പോഴേ ഡോക്ടറെ. ഇത് ബഫറോഫിയ. അയ്യോ, പരിഹാരമുണ്ട്. വട്ടം ചുറ്റിക്കുന്ന ബ്രോഡ്ബാൻഡിൽ നിന്നും സൂപ്പർ സ്പീഡുള്ള കേരള വിഷനിലേക്ക് മാറൂ. കേരള വിഷൻ, കേരളാസ് നമ്പർ 1 ബ്രോഡ്ബാൻഡ് സർവീസ്. വാർത്തകളിലേക്ക് വീണ്ടും. രാമായണ മാസാചരണത്തിന്റെ ഭാഗമായി കൊണ്ടാഴി തൃത്തം തളി ശിവപാർവതി ക്ഷേത്രത്തിൽ ആനയൂട്ട് നടന്നു. മഹാഗണപതി ഹോമം, ഇല്ലംനിറ, പ്രസാദ ഊട്ട് എന്നീ ചടങ്ങുകളിൽ നിരവധി ഭക്തജനങ്ങൾ പങ്കെടുത്തു. ക്ഷേത്രം തന്ത്രി ബ്രഹ്മശ്രീ പാനാവൂർ ദിവാകരൻ നമ്പൂതിരിപ്പാട് കാർമ്മികത്വം വഹിച്ചു. കേരള ഇലക്ട്രിക്കൽ വർക്ക് സൂപ്പർവൈസേഴ്സ് അസോസിയേഷൻ പാവർട്ടി യൂണിറ്റിന്റെ നേതൃത്വത്തിൽ വാഹനാപകടത്തിൽ മരണമടഞ്ഞ ജയപ്രകാശിന്റെ വീട് സൗജന്യമായി വൈദ്യുതീകരിച്ച് നൽകി. എളവള്ളി സ്വദേശി യശോദ ജയപ്രകാശിന്റെ വീടാണ് വൈദ്യുതീകരിച്ചത്. വീടിന്റെ നിർമ്മാണത്തിനിടെയാണ് ജയപ്രകാശ് വാഹനാപകടത്തിൽ മരിച്ചത്. ഇതോടെ നിശ്ചലമായി പോയ പ്രവൃത്തികൾ പിന്നീട് പഞ്ചായത്തിലെ ലൈഫ് പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് പൂർത്തീകരിച്ചത്. ഇലക്ട്രിക് ജോലികൾ പൂർത്തിയാക്കാൻ കഴിയാത്ത സാഹചര്യത്തിലാണ് സംഘടന ഇടപെട്ട് വയറിംഗ് ചെയ്തു നൽകിയത്. സംഘടനാ ഭാരവാഹികളായ KU മനോജ്, PD റോഷൻ, MT പിയൂസ്, KG സദാശിവൻ, MS സുനിൽ തുടങ്ങിയവരാണ് പ്രവൃത്തികൾക്ക് നേതൃത്വം നൽകിയത്. കോൺഗ്രസ് നാട്ടിക മണ്ഡലം സമ്മേളനം KPCC രാഷ്ട്രീയ കാര്യസമിതി അംഗം TN പ്രതാപൻ ഉദ്ഘാടനം ചെയ്തു. മണ്ഡലം പ്രസിഡന്റ് PM സിദ്ദിഖ് അധ്യക്ഷത വഹിച്ചു. KPCC സെക്രട്ടറി ജോൺ ഡാനിയൽ, DCC ജനറൽ സെക്രട്ടറിമാരായ അനിൽ പുളിക്കൽ, നൌഷാദ് ആറ്റുപറമ്പത്ത്, VR വിജയൻ, K ദിലീപ് കുമാർ, CM നൌഷാദ്, നാട്ടിക ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് PI ഷൌക്കത്ത്, അഡ്വക്കേറ്റ് സുനിൽ ലാലൂർ തുടങ്ങിയവർ സംസാരിച്ചു. കോൺഗ്രസ് ഉള്ളതുകൊണ്ടാണ് ഇന്നും ലോകം ഇന്ത്യക്ക് കോൺഗ്രസ് നമ്മൾ ശ്വസിക്കുന്ന വായുവും. വിദ്യാർത്ഥികൾ വായന ലഹരിയാക്കി മുന്നേറണമെന്ന് മന്ത്രി VN വാസവൻ പറഞ്ഞു. വടക്കാഞ്ചേരി നിയോജകമണ്ഡലത്തിലെ പ്രതിഭകളെ ആദരിക്കുന്നതിന് സംഘടിപ്പിച്ച പരിപാടി ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. വടക്കാഞ്ചേരി നഗരസഭാ ചെയർമാൻ PN സുരേന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. സേവ്യർ ചിറ്റിലപ്പള്ളി MLA, പഞ്ചായത്ത് പ്രസിഡന്റുമാരായ KK ഉഷാദേവി, TV സുനിൽകുമാർ, ലക്ഷ്മി വിശ്വംഭരൻ, സിമി അജിത് കുമാർ, തങ്കമണി ശങ്കുണ്ണി തുടങ്ങിയവർ പങ്കെടുത്തു. ശാസ്ത്ര സാങ്കേതിക പുരോഗതികൾ കൈവരിച്ചുകൊണ്ട് ശുഭാംശു ശുക്ല 18 ദിവസം ബഹിരാകാശത്തിൽ അദ്ദേഹം നിലയത്തിൽ ഗവേഷണ ശൃംഖലകളിൽ താമസത്തിന് ശേഷം തിരിച്ചു വന്ന ഭൂമിയിൽ ഇറങ്ങിയിരിക്കുന്ന ഏറ്റവും മുന്നേറുന്ന ഒരു കാലഘട്ടത്തിലാണ് പ്രതിഭാസംഗമം നടക്കുന്നത്. നമ്മുടെ കാക്കശ്ശേരി ശക്തിഭൈരവി ഹനുമാൻ സ്വാമി ക്ഷേത്രത്തിൽ രാമായണ മാസാചരണത്തിന്റെ ഭാഗമായി അഷ്ടദ്രവ്യ മഹാഗണപതി ഹോമം നടന്നു. പൂജകൾക്ക് സന്തോഷ് തന്ത്രി കാർമ്മികത്വം വഹിച്ചു. ക്ഷേത്ര കമ്മിറ്റി പ്രസിഡന്റ് ER മനോജ്, സെക്രട്ടറി പ്രസാദ് കാക്കശ്ശേരി, ട്രഷറർ CK സുന്ദരൻ തുടങ്ങിയവർ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകി. ഏനാമാക്കൽ പരിശുദ്ധ കർമ്മലമാതാ പള്ളിയിൽ വിശ്വാസ പരിശീലന കേന്ദ്രത്തിന്റെ ആഭിമുഖ്യത്തിൽ രക്ഷിതാക്കൾക്ക് ബോധവൽക്കരണ സെമിനാർ നടത്തി. യൂണിറ്റ് ഡയറക്ടർ ഫാദർ ജെയ്സൺ തെക്കുംപുറം സെമിനാർ ഉദ്ഘാടനം ചെയ്തു. PTA പ്രസിഡന്റ് KA ജോസൻ അധ്യക്ഷനായിരുന്നു. ഫാദർ ജോർജ് തോട്ടാൻ ബോധവൽക്കരണ സെമിനാറിന് നേതൃത്വം നൽകി. പ്രിൻസിപ്പാൾ CR മാത്യു, സെക്രട്ടറി ബിജു ജോസ് എന്നിവർ സംസാരിച്ചു. കോട്ടപ്പുറം ശ്രീ മണ്ണത്തൃക്കോവ് ശിവക്ഷേത്രത്തിൽ ഇല്ലംനിറ ആചരിച്ചു. ചടങ്ങുകൾക്ക് ക്ഷേത്ര മേൽശാന്തി വിഷ്ണു നമ്പൂതിരി കാർമ്മികത്വം വഹിച്ചു. കർക്കിടക മാസവും ഔഷധ സേവയും എന്ന വിഷയത്തെ ആസ്പദമാക്കി തൃശൂർ ദീപാഞ്ജലി ആയുർവേദ ഹോസ്പിറ്റലിൽ ചീഫ് കൺസൾട്ടന്റായ ഡോക്ടർ S ധന്യ ക്ലാസ് നയിച്ചു. ഔഷധക്കഞ്ഞി വിതരണവും ഉണ്ടായിരുന്നു. ക്ഷേത്രം പ്രസിഡന്റ് KR ഹരിദാസ്, സെക്രട്ടറി KA വിജീഷ്,
ട്രഷറർ PB സ്മിനേഷ്, കോർഡിനേറ്റർ V ബാലകൃഷ്ണൻ തുടങ്ങിയവർ നേതൃത്വം നൽകി. ബാലസംഘം അരിമ്പൂർ പഞ്ചായത്ത് സമ്മേളനം വെളുത്തൂരിൽ നടന്നു. ബാലസംഘം ജില്ലാ ജോയിന്റ് സെക്രട്ടറി ഫാത്തിമ സനം ഉദ്ഘാടനം ചെയ്തു. ഭഗത് സതീഷ് അധ്യക്ഷത വഹിച്ചു. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് KK ശശിധരൻ, അരിമ്പൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സ്മിത അജയകുമാർ, വാർഡംഗം K രാഗേഷ്, നവമി V രവീന്ദ്രൻ, KR ബാബുരാജ് തുടങ്ങിയവർ സംസാരിച്ചു. കുണ്ടന്നൂർ കർമ്മലമാത ഇടവകാംഗമായ ധന്യപദവിയിലുള്ള സിസ്റ്റർ മരിയ സെലിൻ കണ്ണനായ്ക്കലിന്റെ 68ാം ചരമവാർഷികം ആചരിച്ചു. പുത്തൂർ സെന്റ് തോമസ് ഫൊറോന പള്ളി വികാരി കൂടിയായ ഫാദർ ജോജു പനക്കലിന്റെ മുഖ്യ കാർമ്മികത്വത്തിൽ വിശുദ്ധ കുർബാനയും അനുസ്മരണ ബലിയും നടന്നു. തുടർന്ന് സിസ്റ്റർ മരിയ സെലിന്റെ ജന്മഗൃഹത്തിലേക്ക് പ്രദക്ഷിണം നടത്തി. ഇടവക വികാരി ഫാദർ സെബി കവലക്കാട്ട്, ജനറൽ കൺവീനർ സിജോ മുരിങ്ങാത്തേരി, കൈക്കാരന്മാരായ ജോൺസൺ മേക്കാട്ടുകുളം, ജോസഫ് ചിറമേൽ, റിജി ചെറുവത്തൂർ എന്നിവർ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകി. CPM എരുമപ്പെട്ടി ഈസ്റ്റ് ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ചെയ്യുന്ന സംയോജിത പച്ചക്കറി കൃഷിയുടെ നടിയിൽ ഉത്സവം നടന്നു. കുണ്ടന്നൂർ വെള്ളക്കുന്ന് ഭാഗത്ത് 25 സെന്റ് സ്ഥലത്താണ് കൃഷി ചെയ്യുന്നത്. എരുമപ്പെട്ടി പഞ്ചായത്ത് പ്രസിഡന്റ് S ബസന്തലാൽ ഉദ്ഘാടനം ചെയ്തു. പഞ്ചായത്ത് അംഗം PM സജി അധ്യക്ഷനായി. CPM ഏരിയ കമ്മിറ്റി അംഗം MS സിദ്ധൻ, ലോക്കൽ സെക്രട്ടറി M സന്ദീപ്, നന്ദീഷ്, ബ്രാഞ്ച് സെക്രട്ടറി ഗീത മോഹനൻ, എരുമപ്പെട്ടി സഹകരണ ബാങ്ക് പ്രസിഡന്റ് US കൃഷ്ണൻകുട്ടി തുടങ്ങിയവർ സംസാരിച്ചു. കൊടുങ്ങല്ലൂർ മിനി സിവിൽ സ്റ്റേഷനിലെ ഇടനാഴികളിൽ ചുവപ്പ് നാടയുടെ വിരസതയില്ല. ആരാമത്തിന്റെ വർണ്ണഭംഗിയാണ് ഇവിടെയെല്ലാം നിറയുന്നത്. താലൂക്കിന്റെ ഭരണസിരാ കേന്ദ്രത്തിലെത്തുന്നവർക്ക് വർണ്ണക്കാഴ്ചയൊരുക്കുകയാണ് വിവിധ ഓഫീസുകളിലെ ജീവനക്കാർ ഒരുക്കിയ പൂന്തോട്ടങ്ങൾ. 4 നിലകളിലായുള്ള സിവിൽ സ്റ്റേഷൻ കെട്ടിടത്തിൽ പ്രവർത്തിക്കുന്ന പല ഓഫീസുകൾക്ക് മുന്നിലുള്ള വരാന്തകളിലും പൂന്തോട്ടങ്ങളുണ്ട്. ലേബർ ഓഫീസിലെ ജീവനക്കാരാണ് ആദ്യമായി ഇവിടെ ചെടികൾ നട്ടുപിടിപ്പിച്ചത്. തുടർന്ന് ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസ്, PWD ഓഫീസ് തുടങ്ങി വിവിധ ഓഫീസുകൾക്ക് മുന്നിലും പൂന്തോട്ടങ്ങൾ വളർന്നു. പ്രധാനപ്പെട്ട ഒരു ഓഫീസ് സമുച്ചയം ഇത്തരത്തിൽ ഒരു പച്ച പതിച്ച് കിടക്കുമ്പോൾ ഇവിടുത്തെ ജീവനക്കാർക്കും അതിലൊരു അഭിമാന നിമിഷം തന്നെയുണ്ട്. നമ്മുടെ ലേബർ ഓഫീസിലാണ് ഇത്തരത്തിലുള്ളൊരു ചെടികൾ വെച്ചുകൊണ്ടുള്ളൊരു ആദ്യ പരീക്ഷണം നടക്കുന്നത്. അവരുടെ ഔദ്യോഗിക ഇടപാടുകളിൽ കഴിഞ്ഞിട്ട് അത് പരിപാലിക്കാനൊക്കെയുള്ള സമയം കണ്ടെത്തുന്നത്. അതാത് ഓഫീസുകളിലെ ജീവനക്കാർ തന്നെയാണ് ഒഴിവു സമയങ്ങൾ ചെടികൾ പരിപാലിക്കുന്നതിനായി ചിലവഴിക്കുന്നത്. ലിഫ്റ്റ് തകരാർ, കുടിവെള്ളക്ഷാമം തുടങ്ങി നിരവധി പ്രശ്നങ്ങൾ അടിക്കടി ഉണ്ടാകാറുണ്ടെങ്കിലും പല ആവശ്യങ്ങൾക്കായി മിനി സിവിൽ സ്റ്റേഷനിലെത്തുന്നവർക്കും ഉദ്യോഗസ്ഥർക്കും മനം കുളിർപ്പിക്കുന്ന കാഴ്ചയൊരുക്കുകയാണ് ഈ പൂന്തോട്ടങ്ങൾ. TCV ന്യൂസ്, കൊടുങ്ങല്ലൂർ. കുന്നംകുളം ആർത്താറ്റ് കഴിഞ്ഞ ദിവസം പോലീസുകാരൻ ഓടിച്ച ബൈക്കിടിച്ച് പരിക്കേറ്റ് ചികിത്സയിലായിരുന്ന വീട്ടമ്മ മരിച്ചു. ആർത്താറ്റ് മഠത്തിപ്പറമ്പിൽ വീട്ടിൽ 54 വയസ്സുള്ള ശ്രീദേവിയാണ് മരിച്ചത്. കഴിഞ്ഞ തിങ്കളാഴ്ച രാത്രിയിലാണ് അപകടമുണ്ടായത്. കുന്നംകുളം സ്റ്റേഷനിലെ പോലീസുകാർ സഞ്ചരിച്ചിരുന്ന ബൈക്കാണ് ആർത്താറ്റ് വെച്ച് റോഡ് മുറിച്ചു കടക്കുകയായിരുന്ന ശ്രീദേവിയെ ഇടിച്ചത്. അപകടത്തിൽ ഗുരുതരമായി പരിക്കേറ്റ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു. കുഴൂർ കരിക്കാട്ടുചാലിൽ മീൻ പിടിക്കാൻ പോയ വയോധികനെ മരിച്ച നിലയിൽ കണ്ടെത്തി. കുഴൂർ വട്ടോലിപ്പറമ്പിൽ 74 വയസ്സുള്ള രമണൻ ആണ് മരിച്ചത്. ശനിയാഴ്ച വൈകിട്ട് വലയുമായി വഞ്ചിയിൽ പോയ രമണൻ തിരിച്ചെത്താതായപ്പോൾ നടത്തിയ തിരച്ചിലിലാണ് മൃതദേഹം കണ്ടെത്തിയത്. ഇയാൾക്ക് അപസ്മാര രോഗം ഉണ്ടായിരുന്നു. മാള പോലീസ് മേൽ നടപടികൾ സ്വീകരിച്ചു. പാവറട്ടി സെയിന്റ് ജോസഫ് തീർത്ഥകേന്ദ്രത്തിന് മൃതദേഹം സംസ്കരിക്കുന്നതിനുള്ള നൂതന സംവിധാനങ്ങൾ വഴിപാടായി ലഭിച്ചു. തീർത്ഥകേന്ദ്രം റെക്ടർ ഫാദർ ആന്റണി ചെമ്പകശ്ശേരി വെഞ്ചിരിപ്പ് കർമ്മം നിർവഹിച്ചു. കൈക്കാരന്മാരായ OJ ഷാജൻ, വിൽസൺ നീലങ്കാവിൽ, KT വിൻസെന്റ്, POS പുലിക്കോട്ടിൽ, PRO റാഫി നീലങ്കാവിൽ എന്നിവർ പങ്കെടുത്തു. ദേശീയപാത കൊരട്ടിയിൽ കണ്ടെയ്നർ ലോറി അപകടത്തിൽപ്പെട്ടു. പെരുമ്പിക്കും JTS ജംഗ്ഷനും ഇടയിൽ ഇന്ത്യൻ കോഫി ഹൌസിന് സമീപമുള്ള കൊരട്ടിച്ചാലിലേക്ക് നിയന്ത്രണം വിട്ട് ലോറി മറിയുകയായിരുന്നു. ഡ്രൈവർ ഉൾപ്പെടെ വാഹനത്തിലുണ്ടായിരുന്ന 2 ജീവനക്കാർക്ക് തലയ്ക്കും കൈകാലുകൾക്കും പരിക്കേറ്റിട്ടുണ്ട്. ഇന്ത്യൻ കോഫി ഹൌസിന് മുന്നിൽ നിർത്തിയിട്ടിരുന്ന പിക്കപ്പ് വാനിൽ തട്ടിയാണ് കണ്ടെയ്നർ വാഹനം ദേശീയപാതയിൽ നിന്നും 15 അടിയോളം താഴ്ചയുള്ള
തോട്ടിലേക്ക് തെന്നി വീണത്. കാലിയായിരുന്ന കണ്ടെയ്നറുമായി മൈസൂരിലേക്ക് പോകുന്നതിനിടെയാണ് അപകടം. കേന്ദ്ര സഹകരണ നയം ഫെഡറൽ തത്വങ്ങൾക്കെതിരാണെന്ന് CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം MV ജയരാജൻ അഭിപ്രായപ്പെട്ടു. കേരള കോഓപ്പറേറ്റീവ് എംപ്ലോയീസ് യൂണിയൻ CITU തൃശൂർ ജില്ലാ സമ്മേളനത്തോടനുബന്ധിച്ച് SN പുരത്ത് നടന്ന സെമിനാർ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. യൂണിയൻ സംസ്ഥാന കമ്മിറ്റി അംഗം AT ഉണ്ണികൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. CPM ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം PK ചന്ദ്രശേഖരൻ, യൂണിയൻ ജില്ലാ സെക്രട്ടറി CD വാസുദേവൻ, ഏരിയ സെക്രട്ടറി A വിനോദ് എന്നിവർ സംസാരിച്ചു. മൂന്നുപീടിക ബീച്ച് റോഡിന്റെ ശോചനീയാവസ്ഥയ്ക്കെതിരെ വഞ്ചിപ്പാട്ട് പാടി CPIയുടെ പ്രതിഷേധം. MLA ഫണ്ട് അനുവദിച്ചിട്ടും മൂന്നുപീടിക ബീച്ച് റോഡിന്റെ ശോചനീയാവസ്ഥ പരിഹരിക്കാൻ കയ്പമംഗലം പഞ്ചായത്ത് ഭരണസമിതി തയ്യാറായില്ലെന്ന് ആരോപിച്ചായിരുന്നു സമരം. CPI കയ്പമംഗലം ലോക്കൽ സെക്രട്ടറി ER ജോഷി സമരം ഉദ്ഘാടനം ചെയ്തു. CA ധർമ്മദാസ് അധ്യക്ഷത വഹിച്ചു. നജീബ് പള്ളിത്താനം, AG ഷാജി, രാജി ജോഷി, ദീപ പ്രദീപ് എന്നിവർ സംസാരിച്ചു. ക്ഷീരവികസന വകുപ്പും വടക്കാഞ്ചേരി ബ്ലോക്കിലെ ക്ഷീരസംഘങ്ങളും സംയുക്തമായി സംഘടിപ്പിച്ച ക്ഷീരസംഗമം സമാപിച്ചു. സേവ്യർ ചിറ്റിലപ്പള്ളി MLA പൊതുയോഗം ഉദ്ഘാടനം ചെയ്തു. വടക്കാഞ്ചേരി ബ്ലോക്കിലെ മികച്ച ക്ഷീരകർഷകനെ ചടങ്ങിൽ ആദരിച്ചു. വടക്കാഞ്ചേരി ബ്ലോക്ക് പ്രസിഡന്റ് KV നഫീസ അധ്യക്ഷയായി. വടക്കാഞ്ചേരി നഗരസഭാ ചെയർപേഴ്സൺ PN സുരേന്ദ്രൻ സമ്മാനദാനം നിർവഹിച്ചു. പഞ്ചായത്ത് പ്രസിഡന്റുമാരായ TV സുനിൽകുമാർ, ഗിരിജ മേലേടത്ത്, സർക്കിൾ സഹകരണ യൂണിയൻ ചെയർപേഴ്സൺ NK പ്രമോദ്, വടക്കാഞ്ചേരി ബ്ലോക്ക് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ പുഷ്പ രാധാകൃഷ്ണൻ, ബ്ലോക്ക് അംഗം VC ബിനോജ് തുടങ്ങിയവർ പങ്കെടുത്തു. തലയിലെ മുറിവിൽ പഴുപ്പുമായി തിരുവല്ലുവാമല ടൗണിൽ അലയുന്ന കാളയെ മയക്കുവെടി വെച്ച് പിടികൂടി ചികിത്സ നൽകാൻ ജില്ലാ കളക്ടർ അനുമതി നൽകി. തിരുവല്ലുവാമല പഞ്ചായത്ത് പ്രസിഡന്റ് K പത്മജ നൽകിയ കത്തിന്റെ അടിസ്ഥാനത്തിലാണ് നടപടി. ജില്ലാ ആനിമൽ ഓഫീസറുടെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ മയക്കുവെടി വയ്ക്കാൻ കളക്ടർ അനുമതി നൽകുകയായിരുന്നു. മയക്കുവെടി വയ്ക്കാനായി ഡോക്ടർ ഗിരിദാസ് തിങ്കളാഴ്ച തിരുവല്ലുവാമലയിൽ എത്തുമെന്ന് അറിയിപ്പ് ലഭിച്ചതായി പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് M ഉദയൻ പറഞ്ഞു. ഇരിഞ്ഞാലക്കുട ഠാണ ചന്തക്കുന്ന് ജംഗ്ഷൻ വികസനത്തിന്റെ പ്രാരംഭ നടപടികൾ ചൊവ്വാഴ്ച ആരംഭിക്കുമെന്ന് മന്ത്രി R ബിന്ദു അറിയിച്ചു. നഗരസഭയുടെ ഉടമസ്ഥതയിലുള്ള ഠാണ ജംഗ്ഷനിലെ കെട്ടിടം കൂടി പൊളിച്ചു മാറ്റിയതോടെ പുതുക്കിയ എസ്റ്റിമേറ്റ് KSTP ഉദ്യോഗസ്ഥർ സർക്കാർ അനുമതിക്ക് അയച്ചിരുന്നു. പുതുക്കിയ എസ്റ്റിമേറ്റിന് അനുമതി ലഭ്യമായതോടെയാണ് നിർമ്മാണ പ്രവർത്തികൾ ആരംഭിക്കുന്നത്. വികസന പദ്ധതിക്ക് അനുമതി ലഭ്യമായിട്ടില്ല എന്ന പ്രചാരണം വാസ്തവ വിരുദ്ധമാണെന്നും മന്ത്രി പറഞ്ഞു. മുള്ളൂർക്കര SN നഗറിൽ നിന്നും 150 സെന്റിമീറ്റർ നീളമുള്ള കഞ്ചാവ് ചെടി കണ്ടെത്തി. വടക്കാഞ്ചേരി എക്സൈസ് റേഞ്ച് ഇൻസ്പെക്ടർ ജീൻ സൈമണിന്റെ നേതൃത്വത്തിലാണ് കഞ്ചാവ് ചെടി കണ്ടെത്തിയത്. ചെടിക്ക് 4 മാസത്തെ വളർച്ചയുണ്ട്. രഹസ്യവിവരത്തെ തുടർന്നാണ് അന്വേഷണം ആരംഭിച്ചത്. അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർമാരായ MS സജി, ഷാജി KV, വനിതാ സിവിൽ എക്സൈസ് ഓഫീസർ നൂർജ, സിവിൽ എക്സൈസ് ഓഫീസർ അജീഷ് കുമാർ എന്നിവർ റെയ്ഡിൽ പങ്കെടുത്തു. കുന്നംകുളം കക്കാട് ശ്രീ മഹാഗണപതി ക്ഷേത്രത്തിൽ ഇല്ലം നിറയും തൃപ്പുത്തരിയും ഭക്തിനിർഭരമായി. കർക്കിടക മാസത്തിലെ വാവ് കഴിഞ്ഞുവരുന്ന ആദ്യത്തെ ഞായറാഴ്ച ആഘോഷിക്കപ്പെടുന്ന ഇല്ലം നിറ തൃപ്പുത്തരി ചടങ്ങുകൾക്ക് വലിയ തിരക്കാണ് അനുഭവപ്പെട്ടത്. രാവിലെ 7 മണിയോടുകൂടി ആരംഭിച്ച ചടങ്ങുകൾക്ക് മേൽശാന്തി മുല്ലനേഴി ദിലീപൻ നമ്പൂതിരി മുഖ്യ കാർമ്മികത്വം വഹിച്ചു. ക്ഷേത്രം പ്രസിഡന്റ് KK സുബിദാസ്, സെക്രട്ടറി സുനീഷ് ഐനിപ്പുള്ളി, ട്രഷറർ ഭാസ്കരക്കുറുപ്പ്, വൈസ് പ്രസിഡന്റ് OA പരമേശ്വരൻ, ജോയിന്റ് സെക്രട്ടറി രാജീവ് തറയിൽ എന്നിവർ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകി. പന്നിത്തടം സ്പോർട്സ് ലവേഴ്സ് കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ കായിക താരങ്ങളെ അനുമോദിച്ചു. അണ്ടർ 16 കേരള ബ്ലാസ്റ്റേഴ്സ് ടീമിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ട മുഹമ്മദ് ഹാദിയെയും ഹൈദരാബാദിൽ നടക്കുന്ന അണ്ടർ 14 എലൈറ്റ് അക്കാദമി സെക്കൻഡ് റൗണ്ടിലേക്ക് സെലക്ഷൻ ലഭിച്ച ക്രിസ്ത്യാനോ ചാൾസിനെയുമാണ് അനുമോദിച്ചത്. ഷാഹുൽ പന്നിത്തടം, MP സിജോ, ഷറഫു പന്നിത്തടം, BS അബൂബക്കർ തുടങ്ങിയവർ പങ്കെടുത്തു. കരൾ രോഗബാധിതനായി അതീവ ഗുരുതരാവസ്ഥയിൽ ചികിത്സയിൽ കഴിയുന്ന യുവാവ് ചികിത്സാ സഹായം തേടുന്നു. വാടാനപ്പള്ളി സ്വദേശി അറക്കവീട്ടിൽ ബഷീറാണ് ചികിത്സയ്ക്കും കരൾമാറ്റ ശസ്ത്രക്രിയയ്ക്കും സുമനസ്സുകളുടെ സഹായം തേടുന്നത്. എറണാകുളത്തെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്ന ബഷീറിനെ ജീവിതത്തിലേക്ക് തിരികെ കൊണ്ടുവരാൻ കരൾമാറ്റ ശസ്ത്രക്രിയയാണ് ഡോക്ടർമാർ നിർദ്ദേശിച്ചിരിക്കുന്നത്.
സ്വന്തമായി വീട് പോലും ഇല്ലാത്ത ഓട്ടോ ഡ്രൈവറായ ബഷീറിന്റെ ഓട്ടോ ഓടിച്ചു കിട്ടുന്ന പണം കൊണ്ടാണ് കുടുംബം കഴിഞ്ഞിരുന്നത്. ബഷീറിന്റെ ചികിത്സയ്ക്കായി സന്തോഷ് പണിക്കശ്ശേരി ചെയർമാനായി യൂണിയൻ ബാങ്ക് ഓഫ് ഇന്ത്യയിൽ ചികിത്സാ സഹായ സമിതി രൂപീകരിച്ചിട്ടുണ്ട്. സുമനസ്സുകൾക്ക് ബാങ്ക് അക്കൗണ്ടിലേക്കോ ഗൂഗിൾ പേ നമ്പറിലേക്കോ സഹായങ്ങൾ അയക്കാവുന്നതാണ്. ന്യൂസ് ഡെസ്ക് TCV. പ്രധാന വാർത്തകൾ വീണ്ടും. സംസ്ഥാനത്ത് 5 ദിവസം കൂടി മഴ തുടരും. ജില്ലയിൽ മഴക്കെടുതി രൂക്ഷം. ദേശീയപാത ചാലക്കുടി അടിപ്പാതയിൽ വെള്ളം കയറി. പീച്ചി ഡാമിന്റെ ഷട്ടറുകൾ കൂടുതൽ ഉയർത്തി. ജില്ലയുടെ തീരമേഖലയിൽ കടലാക്രമണം രൂക്ഷം. വാടാനപ്പള്ളി ബീച്ചിൽ നിരവധി വീടുകൾ വെള്ളത്തിലായി. കനത്ത മഴയിൽ ദേശീയപാത 66 ചാവക്കാട് അത്താണി പാലത്തിന് മുകളിൽ വിള്ളൽ രൂപപ്പെട്ടു. നെല്ല് നൽകി മാസങ്ങൾ കഴിഞ്ഞിട്ടും വില ലഭിക്കാത്തതിനാൽ കർഷകർ ദുരിതത്തിൽ. സപ്ലൈകോ സംഭരിച്ച 400 ടണ്ണിലധികം നെല്ലിന്റെ വിലയാണ് ലഭ്യമാകാത്തത്. നെൽകൃഷി ഉപേക്ഷിക്കാനൊരുങ്ങി കുഴൂരിലെ കർഷകർ. ഗുരുവായൂരിലെ പശ്ചാത്തല സൗകര്യം വർദ്ധിപ്പിക്കാൻ ദേവസ്വം മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കണമെന്ന് മന്ത്രി VN വാസവൻ. ഭക്തർക്ക് സമയബന്ധിതമായി ദർശനം നടത്താൻ ആവശ്യമായ സൗകര്യമൊരുക്കണമെന്നും മന്ത്രി. മാസങ്ങളായി പാലിന്റെ പണം ലഭിക്കാതെ ക്ഷീര കർഷകർ. എരുമപ്പെട്ടിയിൽ പാൽ ഒഴുക്കിക്കളഞ്ഞ് കർഷകരുടെ പ്രതിഷേധം. ഇതോടെ ഈ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.